എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കടങ്ങോട്, മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. എരുമപ്പെട്ടി തിപ്പല്ലൂർ തച്ചാട്ടിരി മനോജിന്റെ മകൾ അതിരിത, കാണിപ്പയ്യൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് മണ്ടംപറമ്പ് ചുള്ളിവളപ്പിൽ ബാലൻ, മനപ്പടി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ PT സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടികളായ അതിരിതയ്ക്കും ആദിദേവിനും വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായയുടെ കടിയേറ്റത്. മറ്റുള്ളവർക്ക് റോഡരികിൽ വെച്ചുമാണ് കടിയേറ്റത്. പരിക്കേറ്റ 6 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം K. ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 2 മാസം മുമ്പ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധിക കാർത്യാനിയെ പേവിഷബാധയുള്ള തെരുവ് നായ കടിച്ചു കൊന്നിരുന്നു. അവൻ അവിടെ നിൽക്കാർന്ന്. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്ത്. ഇപ്പൊ ഇറങ്ങിക്കില്ല. അവൻ പേടിച്ച അനങ്ങിയുമില്ല, കരഞ്ഞുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലേനു. കാലത്ത് ഞാൻ പണിക്ക് പോകായിരുന്നു. അപ്പോഴാണ് ഒരു നായ വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ വെച്ചിട്ട് നോക്കിയപ്പോ നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു താങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവര് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു എന്ന്. ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലും ഒക്കെ നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്.